ഹായ് മക്കളെ, ഞാൻ NIT പഠിക്കുന്ന കാലം ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. അതായത് ഇന്നെന്താ പരീക്ഷ എന്ന് പോലും അറിയാതാണ് പരീക്ഷ ഹാളിലേക്ക് പോവുക. ഞാൻ അവിടെ എത്തിയിട്ട് ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ നോക്കി എഴുതിയിട്ട് എങ്ങനെയെങ്കിലും പാസ്സാവാനുള്ള മാർക്ക് ഒപ്പിക്കലാണ് അന്നത്തെ പരിപാടി. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ടും ഉണ്ട്, മനു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു പഠിക്കുന്നൊരു പെൺകുട്ടിയുടെ പുറകിലിരുന്ന് ആദ്യത്തെ 2 ദിവസം കാണിച്ചു തന്ന്, മൂന്നാമത്തെ ദിവസം ഒക്കെ ഒരു സഹകരണമില്ല. അപ്പോൾ ഞാൻ ഒന്ന് എന്ന് പറഞ്ഞ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അജാസ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു അവൾ. അത് ഭയങ്കര എന്താ പറയുക, ഒരു ഷോക്കിംഗ് ആയിരുന്നു. അങ്ങോട്ട് തരിച്ചു പോയി ഞാൻ. ഭയങ്കര ഇൻസൾട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 17 വയസ്സുകാരൻ പയ്യനോടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പെൺകുട്ടി പറയുന്നത്. അതുമാത്രമല്ല, അന്നേരം ഞാൻ എന്താണ്, ഈ അഹങ്കാരത്തിൻ്റെ അല്ലെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒക്കെ കൊടുമുടിയിലാണ്. കാരണം ഫസ്റ്റ് ചാൻസിൽ JEE ക്ലിയർ ചെയ്ത് NITയിലെ കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുകയാണ്, എന്നെ കൊണ്ട് എന്തും പറ്റുന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. അവിടെയാണ് എന്ത് ചെയ്തത്, ഒറ്റയടിക്ക് അവൾ പുച്ഛിച്ചത്. എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ പിന്നെ അന്നത്തെ പരീക്ഷ അവളോടൊന്നും ചോദിച്ചില്ല, മനുവും ചോദിച്ചില്ല. പരീക്ഷ ആൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനുവിനോട് വെറുതെ, മനു ഇപ്പോൾ എവിടെയാണോ, ISRO കേട്ടോ, ISRO സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കഥകളൊക്കെ ഈ മനുവിനെ കുറിച്ചാണ്. മനുവിനോട് എങ്ങനെ പറഞ്ഞു, എടാ ഓൾ പറഞ്ഞു കേട്ടില്ല, എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി ഫീൽ ചെയ്ത്. അപ്പം മനു പറയാം, അളിയ ഇതന്നെയാണ് എനിക്കും തോന്നിയത്, എന്തായാലും ഓളോ അഹങ്കാരം. ഇനി എന്തെങ്കിലും നമ്മളെന്താണ് പിന്നെ ഇങ്ങനെ വന്ന ആൾക്കാരെ, നമ്മളും JEE എഴുതി വന്ന ആൾക്കാരെ, നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഡെയിലി ഒരു മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ്, പുഷ്പം പോലെ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് അജാസ് ഇനി മുതൽ എന്താണ്, നമ്മൾ ഡെയിലി 1 മണിക്കൂർ പഠിക്കുക, എന്നിട്ട് അവളൊക്കെ മാർക്ക് വാങ്ങുന്ന പറഞ്ഞ് വൻ തീരുമാനമൊക്കെ. ആൻഡ് അന്നേരം ഞങ്ങളെടുത്ത ആ തീരുമാനത്തിൻ്റെ ഫയറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് ഭാവി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ചാൽ, അന്ന് രാത്രി പോലും എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് NITയിലെ 4 വർഷം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അവസാനം പാസ്സാകാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് എനിക്ക് പലപ്പോഴും നല്ല GPA കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു സമയത്ത് കോളേജ് യൂണിയനിൽ കയറണമെങ്കിൽ ഇത്ര GPA വേണം, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാലേ കിട്ടും. ഫസ്റ്റ് ഇയറൊക്കെ മോശമാണല്ലോ. പക്ഷെ പഠിക്കണം എന്ന് വിചാരിക്കും, അല്ലാതെ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഇങ്ങനെ കുറേ, അതായത് വലിയ ഡിസിഷൻ ആവേശത്തിലെടുക്കും, പക്ഷെ നടക്കാത്ത കുറേ കേസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ജോലിക്കൊക്കെ കയറി എജ്യൂപോർട്ടൊക്കെ തുടങ്ങിയ സമയം മുതലാണ് എന്ത് ചെയ്ത്, ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാനൊക്കെ പറ്റും. അവിടെ ഞാൻ ലേൺ ചെയ്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥ തന്നെ ഞാൻ പറഞ്ഞത്. അതായത് NIT ഫസ്റ്റ് ഇയറിൽ സംഭവം ഭയങ്കര ഇൻസൾട്ട് കിട്ടി. അതേപോലെ തന്നെ 1 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിൾ സാധനമാണ്. കാരണം അവിടെ ഹാഫ് ഡേ ക്ലാസ് ഉണ്ടാവുള്ളൂ, ആഴ്ചയിൽ 2 ദിവസം ലാബ് ഉണ്ടാവുള്ളൂ. ഒരു 10-15 മണിക്കൂർ എന്തുണ്ട് നമുക്ക് വെറുതെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ 1 മണിക്കൂർ പഠിക്കുക എന്നുള്ള ഒരു ഡിസിഷനിൽ ആ ഒരു ആക്ഷൻ മാത്രമാണ് ആ ഒരു സമയത്ത് നമ്മൾ എടുത്തത്. പക്ഷെ ആ ആക്ഷന് ചുറ്റുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണമായിരുന്നു. അതായത് ക്ലാസ്സിൽ മര്യാദയ്ക്ക് ശ്രദ്ധിക്കണമായിരുന്നു, എന്തിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ ടോപ്പ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടോ ആ ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്താൽ മാത്രമേ ഡെയിലി 1 മണിക്കൂർ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ക്ലാസ്സിൽ മര്യാദയ്ക്ക് ശ്രദ്ധിക്കണം. പിന്നെന്താ, ക്ലാസ് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അലമ്പ് കളിച്ച് നടക്കരുത്. അതായത് നമ്മളെന്താണ്, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് രാഷ്ട്രീയം പറയുക, സിനിമ കാണുക, സിനിമക്ക് പോവുക, ഫുഡ് കഴിക്കുക, ഫുട്ബോൾ കളിക്കുക. നമ്മൾ അവിടെ ഒരു ഫോറസ്റ്റ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, അവിടെ തന്നെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡെയിലി 1 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അതായത് നിങ്ങൾ അത്ര ഡോപ്പമിൻ സോഴ്സ് അന്നുണ്ടായിരുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര അടിപൊളിയായിരുന്നില്ല. അപ്പം ഇൻ്റർനെറ്റ് പോലും അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ഡോപ്പമിൻ എന്ന് പറയുന്ന സിനിമ കാണുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കഥ പറഞ്ഞിരിക്കുക, ഫുട്ബോൾ കളിക്കുക എന്നൊക്കെയുള്ള, ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡെയിലി ഫുള്ള് ഡോപ്പമിൻ്റെ ഉള്ളിലിരുന്നിട്ട് 1 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് എൻ്റെ മാത്രമല്ല, അവിടെയുള്ള ഒരുപാട് കുട്ടികളുടെ അവസ്ഥയായിരുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഇത്രയും കഥ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, എന്നോട് ഇപ്പം ഇന്നലെ ഞാനൊരു ടൈം ടേബിൾ ഇട്ടിട്ടായിരുന്നു, എങ്ങനെ പഠിക്കാം, നിങ്ങൾക്ക് ഇപ്പോഴും സേഫാണ്, ഇനിയും മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ. അതിന് ഒരുപാട് കുട്ടികൾ വാട്സപ്പിലൊക്കെ, അതേപോലെ നമ്മളെ പെയ്ഡ് സ്റ്റുഡൻസ് ഹെൽപ്പ് സെൻ്ററിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, സാർ എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ റീസൺ അതല്ലേ? അതായത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നന്നായി പഠിച്ചിട്ട് ഒരു 95% മുകളിൽ വാങ്ങണമെങ്കിൽ, ഫുൾ എ പ്ലസിൻ്റെ മുകളിൽ വാങ്ങണമെങ്കിൽ, അല്ലെ ഫുൾ A+ വാങ്ങണമെങ്കിൽ, ആ ഫുൾ A+ കിട്ടുന്ന 95% മുകളിൽ വാങ്ങുന്ന കുട്ടിയുടെ ക്യാരക്ടർ നിങ്ങൾ കാണിക്കണ്ടേ? ക്ലാസ്സിൽ നിങ്ങൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ക്ലാസ് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഒക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതൊക്കെ മര്യാദയ്ക്ക് വീട്ടിലെത്തണം. നല്ല ഫോണിലൊക്കെ കളിക്കുന്ന കുറക്കണം. അനാവശ്യമായിട്ടുള്ള സിനിമകൾ, വീഡിയോസ്, റീൽസ് തുടങ്ങിയ സാധനങ്ങൾ കാണുന്നതൊക്കെ ഒഴിവാക്കി പഠിക്കാനിരിക്കുകയൊക്കെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ 95% നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കിട്ടാൻ പറ്റും. പക്ഷേ
അത് വെറും 3 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് വർക്കില്ല. 3 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലും എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ 3 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയുടെ ക്യാരക്ടറിലേക്ക് നിങ്ങൾക്ക് മാറണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സാധനമാണ്, നിങ്ങളുള്ളത് ഇവിടെയാണ്. അപ്പം ഇവിടത്തേക്കുള്ള ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ക്ലാസ്സിലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കണം. വെറുതെ എന്ത് ചെയ്യരുത്, സമയം കളയരുത്. ഈ ചില കുട്ടികളൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഫുട്ബോൾ ഫൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ട്. അതിലൊക്കെ എത്ര സമയം കളയുന്നത്. അങ്ങനെ കളഞ്ഞവരൊക്കെ എന്തിനാ ഒരു 5 മിനിറ്റിന് ശേഷം നേരെ സ്വിച്ച് ഇട്ട പോലെ പഠിക്കാനിരിക്കാനാവില്ല. അപ്പം നിങ്ങളിപ്പം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സമയം പോകുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പറുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് 1 by 1 ഓരോന്നായിട്ട് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്തൊക്കെ. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇപ്പം 3 മണിക്കൂർ എന്നുള്ളത് പരീക്ഷ എടുക്കുമ്പോൾ 5ഉം 8ഉം 10ഉം മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ ഇപ്പം മുതൽ തുടങ്ങണം. സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇപ്പം തന്നെ പെന്നും പേപ്പറും എടുക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ സമയം പോകുന്നത്, നിങ്ങൾ പഠിക്കാൻ തടയുന്ന ക്യാരക്ടർ എന്തൊക്കെയാണ്, ഓരോന്നായിട്ട് ഒരു 2 എണ്ണം അറ്റ് എ ടൈം വെച്ചിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും വീക്കായിട്ടുള്ള 2 പാർട്ട് ആദ്യം ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയൊക്കെ സെറ്റാകാൻ പറ്റും. ഉറപ്പായിട്ടും +1 റിസൾട്ട് വരുമ്പോൾ 95% മുകളിലുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.